everyone. So നമ്മുടെ തേർഡ് യൂണിറ്റിന്റെ സെക്കൻഡ് സെഷൻ ആണത്. ഫസ്റ്റ് സെഷൻ നമ്മൾ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയാണ് നമ്മളെ തേർഡ് യൂണിറ്റിന്റെ കോർ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞിരുന്നു ഫസ്റ്റ് സെഷനിൽ ഇത് കുറെ ലോസും ആക്ടുകളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ്. അതിൽ തന്നെ നമുക്ക് ഫസ്റ്റ് വരുന്ന ആക്ട് ആണ് ജുവനൈൽ ജസ്റ്റിസ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ട്. അത് വന്ന വർഷം എന്ന് പറയുന്നത് 2015 ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ വേറൊരു കാര്യം പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇതേ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 1986 വന്നത്. അപ്പൊ നമുക്ക് ഇത് ഡിസ്കസ് ചെയ്യുമ്പോൾ അതുമായിട്ടൊന്ന് കമ്പയർ ചെയ്തിട്ട് പഠിക്കാം കേട്ടോ. അപ്പൊ ഇത് വേറെ ഒന്നുമില്ല, ആ 1986 വന്ന ആ ആക്ടിനെ മോഡിഫൈ ചെയ്ത സാധനമാണ് 2015 വന്നിട്ടുണ്ടായിരുന്നത്. 1986 വന്നിട്ടുള്ള ആക്ടിൽ കുറെ അപാകതകളൊക്കെ ഒന്ന് പരിഹരിച്ച് നല്ല രീതിയിൽ ഒന്നും കൂടി മോഡിഫൈ ചെയ്തതാണ് 2015. അപ്പൊ ഇതിന്റെ ഹിസ്റ്ററി ഒന്ന് നമുക്ക് നോക്കി നോക്കാം. ലോസ് were updated in the early 21st century to align with UN standards leading to the Juvenile Justice Care and Protection of Children Act 2000 and its model rules of 2000, later replaced by the 2007 model rules. അപ്പൊ എന്താണ് 1986 വന്ന ആക്ടിനെ 21st സെഞ്ചുറിയുടെ സ്റ്റാർട്ടിങ്ങില് UN സ്റ്റാൻഡേർഡ്സുമായിട്ട് അലൈൻ ചെയ്യാൻ വേണ്ടി 2000 ഒന്ന് മോഡിഫൈ ചെയ്തു. അത് തന്നെ 2007 മോഡിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇങ്ങനെ ലോസ് ആൻഡ് ആക്ട്സ് നമ്മൾ മോഡിഫൈ ചെയ്തു വരുമല്ലോ. അപ്പോഴാണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ള വലിയൊരു ക്രൈം ഡൽഹിയിൽ നടന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഡൽഹി നിർഭയ കേസ്. നമുക്ക് ആർക്കും അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. ബസ്സിൽ വെച്ചിട്ട് ഒരു പെൺകുട്ടീനെ കുറച്ചു പേര് പീഡിപ്പിച്ച് ഭയങ്കര എന്താ പറയാ ചർച്ചാവിഷയമായിട്ടുള്ള ഒരു കേസായിരുന്നു അത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അത് ഇതുമായിട്ടാ എന്താ ബന്ധം എന്നുള്ളത്. ബന്ധമുണ്ട്, നോക്കിക്കേ. The 2012 Delhi gang rape case where a juvenile received a 3-year sentence in a reformation home led to public dissatisfaction and legislative updates. അതായത് അന്ന് ആ ക്രൈം നടന്നപ്പോ അതിലെ ഒരു പ്രതി എന്ന് പറയുന്നത് 18 വയസ്സിന് താഴെയുള്ള കുട്ടിയായിരുന്നു. കുട്ടിയല്ല, ഒരാളായിരുന്നു. അപ്പൊ അവൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ 18 വയസ്സിന് താഴെ ആയതുകൊണ്ട് തന്നെ വെറും 3 വർഷമാണ് തടവ് കിട്ടിയത്. ചെയ്ത ക്രൈമിന്റെ ഇന്റൻസിറ്റി ആലോചിച്ചിട്ടടക്കം അത് 18 വയസ്സിന് താഴെയാണ് അവൻ എന്ന് പറഞ്ഞിട്ട് വളരെ ചെറിയൊരു എന്താ പറയാ ശിക്ഷയാണ് അവന് കിട്ടിയത്. അപ്പൊ അങ്ങനെ സംഭവിച്ചപ്പോൾ ഇത് ഭയങ്കര ഡിസ്കഷൻസും ഇന്ത്യയിൽ തന്നെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. കാരണം ഏജ് അല്ല അവിടെ ഒരു ഫാക്ടർ. അവൻ ചെയ്ത ക്രൈമിന്റെ ഇന്റൻസിറ്റി അത്രയും ഡീപ്പാണ്, എന്നിട്ടും ഇത്രയല്ലേ കൊടുത്തുള്ളൂ എന്നുള്ള ഒരു പ്രശ്നം അവിടെ വന്നു. സോ the Juvenile Justice Care and Protection of Children Act 2015 was passed on 22nd December 2015, received presidential assent on 31st December, then came into effect on 15th January. അപ്പൊ എന്താ അന്നത്തെ നിർഭയയുടെ അത് വെച്ചിട്ട് നമ്മുടെ ഈ ആക്ട് മാറ്റണം, അല്ലെങ്കിൽ അങ്ങനെ കുട്ടികളാണെന്ന് കണ്ടിട്ട് നമ്മൾ കൺസെഷൻ കൊടുക്കരുത് എന്നൊക്കെ ഭയങ്കര പ്രശ്നമായിട്ട് നമ്മുടെ ആക്ട് 2015 ഡിസംബർ 22 പാസ്സായി, പാർലമെന്റിൽ പാസ്സായി. എന്നിട്ടോ ഡിസംബർ 31 പ്രസിഡന്റ് സൈൻ ഇട്ട് കൊടുത്തു. ദെൻ ജനുവരി 15 മുതൽ 2016 ജനുവരി 15 മുതലാണ് അത് നിലവിൽ വന്നത്. ഈ ഡേറ്റ്സ് ഒന്ന് നോക്കി വെക്കാം കേട്ടോ. ഡിസംബർ 22 അത് പാസ്സായി, 31 സൈൻ ചെയ്തു, ജനുവരി 15 അത് ഇന്ത്യയിൽ നിലവിൽ വന്നു. ഓക്കെ, ദെൻ ഇതിന്റെ മെയിൻ കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കുന്നത്. The Act aims to amend the law related to children in conflict with the law and in need of care and protection, considering their needs through legal care, protection, development, treatment, social reintegration and child-friendly approach. അപ്പൊ ഈ ആക്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അറിയോ, നിയമത്തിന് മുന്നിൽ വന്നിട്ടുള്ള കുട്ടികളുമായിട്ട് നമ്മൾ എന്താ ഡീൽ ചെയ്യുക, അവർക്ക് ആവശ്യമായിട്ടുള്ള കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ കൊടുക്കുക, അവർക്ക് വേണ്ട സോഷ്യൽ റീഇന്റഗ്രേഷൻ കൊടുക്കുക. ഒരു ചൈൽഡ് ഫ്രണ്ട്ലി അപ്രോച്ച് ആണ് ഈ ആക്ട് മുന്നിലേക്ക് വെച്ചത്. Then the new legislation addresses the increase in crimes by juveniles aged 16 to 18, particularly rapes, and is seen as more retributive than reformative. അപ്പൊ എന്താ പറയുന്നത്, മറ്റേ നമ്മുടെ പഴയ ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ചെയ്യുന്ന ചെറിയ ചെറിയ ക്രൈംസിനെയൊക്കെയാണ് അഡ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ കാലം മാറി,
ഇന്നത്തെ പിള്ളേർക്ക് ജനിക്കുമ്പോ തന്നെ ഫോണാണ്. സോ അതിനനുസരിച്ച് അവരുടെ എല്ലാ കാര്യങ്ങളും മാറ്റം വരുന്നുണ്ട്. അപ്പൊ ഈ ലോ എന്ന് പറയുന്നത് 16 വയസ്സ് മുതൽ 18 വയസ്സ് വരെ ഉള്ള കുട്ടികൾ ചെയ്യുന്ന ഡീപ്പായിട്ടുള്ള ഇന്റൻസ് ആയിട്ടുള്ള ക്രൈംസിനെ കൂടി അഡ്രസ് ചെയ്തു എന്ന് വേണം പറയാൻ. 86th ലോ എന്ന് പറയുന്നത് അങ്ങനെ അഡ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ 2015 ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള ക്രൈംസിനെ കൂടി അഡ്രസ് ചെയ്യാൻ തുടങ്ങി. ദെൻ ഇതിന്റെ സാലിയന്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാന്നുള്ളത് നോക്കി നോക്കാം. ജുവനൈൽ ജസ്റ്റിസ് ബോർഡ്സ്. അപ്പൊ എന്താണ്? Child Welfare Committee is no longer the final authority in cases of children in need of care and protection. അപ്പോ 86th ലോ പ്രകാരം ഈ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ടായിരുന്ന ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ആയിരുന്നു. അതായത് ഈ കുട്ടികൾ ചെയ്യുന്ന ക്രൈമിനെ കംപ്ലീറ്റ്ലി ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ആയിരുന്നു. പക്ഷേ പുതിയ ലോ വന്നപ്പോ എന്ത് സംഭവിച്ചു? ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി പിന്നെ ഇല്ല. അവരുണ്ട്, ജസ്റ്റ് ഒരു സൈഡിലേക്ക് മാറി നിൽക്കാനൊക്കെ പറയില്ലേ, ആ രീതിയിൽ. പകരം കുട്ടികളുമായിട്ടുള്ള ക്രൈംസ് എല്ലാം വരുമ്പോ അതിനെയെല്ലാം ഹാൻഡിൽ ചെയ്യാനും അതിനെല്ലാം ഡീൽ ചെയ്യാനും ജുവനൈൽ ജസ്റ്റിസ് ബോർഡുകൾ നിലവിൽ വന്നു. അത് 2015 വന്ന മാറ്റാണ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ്. ഓക്കെ, ദെൻ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്ന് പറയുന്നത് എന്തിനു മാത്രമായി? റിഹാബിലേഷനും റീഇന്റഗ്രേഷനും മാത്രമായിട്ട് ഒതുങ്ങി. മറ്റേതൊരു കുട്ടിക്ക് എന്ത് ശിക്ഷ കൊടുക്കണം എന്ന് വരെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ആയിരുന്നു. പക്ഷേ 2015 അതിനൊരു സെപ്പറേറ്റ് ബോർഡ് വന്നു, ദാറ്റ് ഈസ് കോൾഡ് ആസ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ജസ്റ്റ് കുട്ടികളുടെ സുരക്ഷിതത്വവും അവരുടെ ഒരു ഇന്റഗ്രേഷനും ഒക്കെ മാത്രമായിട്ട് ഒതുങ്ങിക്കൂടി. റിഹാബിലേഷൻ ആൻഡ് സോഷ്യൽ റീഇന്റഗ്രേഷൻ എന്താണ്? കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ, കൗൺസിലിംഗ്, വൊക്കേഷണൽ ട്രെയിനിങ് അതെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ലോ അല്ലെങ്കിൽ ഈ ആക്ട് എന്താണ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കുട്ടികളുടെ റീഇന്റഗ്രേഷനെ ഒരുപാട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ അഡോപ്ഷൻ ആൻഡ് ഫോസ്റ്റർ കെയർ. കാര Centralized Adoption Resource Authority established for adoption, legal procedures for adoption. എന്താ സംഭവം എന്ന് അറിയോ? നിങ്ങൾക്ക് ആരെങ്കിലും അറിയുന്നുണ്ടോ എന്ന് അറിയില്ല. അതായത് ഇന്നത്തെ കാലത്തൊക്കെ നമുക്കൊരു കുട്ടി അഡോപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയ പ്രൊസീജിയർ ഒന്നല്ല, ഒരുപാട് ഒരു 4-5 വർഷമൊക്കെ നീളുന്ന ഒരു പ്രൊസീജിയർ ആണ് അത്. അതിൽ ഒരുപാട് ലീഗൽ കാര്യങ്ങളെല്ലാം ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് ഈ അഡോപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ അഡോപ്ഷനൊക്കെ വേണ്ടിയിട്ട് കുട്ടികളെ ദത്തെടുക്കാനും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു അതോറിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തു, കാര എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ അവരായിരുന്നു ഇവരുടെ ഈ അഡോപ്ഷന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. കാരണം കുട്ടീനെ അഡോപ്റ്റ് ചെയ്യുന്ന നല്ല കാര്യത്തിന് തന്നെയാണോ എന്ന് നമുക്കറിയില്ലല്ലോ. സോ അത് കംപ്ലീറ്റ്ലി വെരിഫൈ ചെയ്ത് ആ പ്രൊസീജിയേഴ്സ് എല്ലാം കുറച്ചും കൂടി ഫോർമൽ ആക്കാൻ വേണ്ടിയിട്ടാണ് കാര എന്ന് പറയുന്ന അതോറിറ്റി വന്നത്. ദെൻ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. കുട്ടികളുടെ നിയമാവകാശങ്ങളെല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ സീരിയസ് ഒഫൻസസ്, അതായത് റേപ്പ്, മർഡർ പോലെയുള്ള കേസുകൾക്കൊക്കെ സ്പെഷ്യൽ പ്രൊവിഷൻ വന്നു. എന്ന് വെച്ചാൽ മുന്നേയൊക്കെ മുന്നേ പണ്ടൊക്കെ 86th ഒരേപോലെ എല്ലാ ക്രൈമും ഒരേപോലെ എന്നുള്ള രീതിയിലാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ ക്രൈംസിന്റെ ഇന്റൻസിറ്റിക്ക് അനുസരിച്ച് സ്പെഷ്യൽ പ്രൊവിഷൻസ് വരാൻ തുടങ്ങി. ദ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻക്വയറി. 1986 കുട്ടികൾ കൃത്യം ചെയ്തു എന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്തു, എന്ത് ചെയ്തു എന്നുള്ളൊരു ഇൻക്വയറി പ്രോസസ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ 2015 മുതൽ നമ്മുടെ FIR എഴുതാന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ കുട്ടികൾ ചെയ്യുന്ന കുറ്റമാണെങ്കിലും അതെ, ചെറിയ കുറ്റത്തിനടക്കം എന്തു വന്നു, FIR എഴുതലും അതേപോലെ തന്നെ കുറ്റാന്വേഷണങ്ങളും ഇൻക്വയറി എല്ലാം കൊണ്ടുവന്നു. ദെൻ ചൈൽഡ് ഫ്രണ്ട്ലി പ്രൊസീജിയേഴ്സ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കുട്ടികൾ ചെയ്യുന്ന ക്രൈംസ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ പേരൊന്നും പറയാൻ പാടില്ല എന്നൊക്കെ ഉണ്ട്. അതായത് ആ കുട്ടികളെ പിന്നീട് അതിന്റെ പേരിൽ ലേബൽ ചെയ്യാനൊന്നും പാടില്ല. അതേപോലെ തന്നെ കുട്ടികളെ അടിക്കാനോ പിടിക്കാനോ ഒന്നും പാടില്ല. ഭയങ്കര ചൈൽഡ് ഫ്രണ്ട്ലി പ്രൊസീജിയേഴ്സ് ആയിരിക്കണം എന്നുള്ളത് കൊണ്ടുവന്നത് 2015 ദെൻ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് അതോറിറ്റീസിനെ എസ്റ്റാബ്ലിഷ് ചെയ്തു. കുട്ടികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാനും അതിന്റെ പ്രൊസീജിയേഴ്സ് നടത്താൻ വേണ്ടിയിട്ടൊക്കെ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് അതോറിറ്റീസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ജുവനൈൽ ജസ്റ്റിസ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ട് 2015 വന്ന മാറ്റങ്ങൾ. അപ്പൊ ഇത് 10 മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾ എന്താ എഴുതേണ്ടതെന്ന് അറിയോ? ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് കുട്ടികളുടെ ക്രൈം ഒരുപാട് കൂടിയിട്ട് വരികയാണ്, പണ്ടത്തെ പോലെ അല്ല എന്നൊക്കെ പറഞ്ഞ ഒരു കഥ എഴുതണം. അതിന്റെ റീസൺസ് ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് സെഷനിൽ പറഞ്ഞ റീസൺസ് ഒക്കെ ഇല്ലേ, അതൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, 1986 ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എന്നുള്ളത് ജസ്റ്റ് ഒരു സബ് ഹെഡിങ് കൊടുക്കുക, ഒരു 2-3 ലൈൻ എഴുതുക. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളും ഹിസ്റ്ററി ഒക്കെ എഴുതുക.
ദെൻ സാലിയൻ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഓരോ പോയിന്റും എന്ത് ചെയ്യുക, ഇൻ ഡീറ്റെയിൽ ആയിട്ട് കത്തിയടിച്ച് എഴുതി വെക്കുക. മെയിൻ പോയിന്റ്സ് നമ്മൾ ഇതിൽ കൊണ്ടുവരേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ക്ലിയർ ആയോ? ഇതിൽ ഇനി ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കണോ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് സെഷനിൽ നമുക്ക് നെക്സ്റ്റ് ഒരു ആക്ടുമായിട്ട് കാണാം കേട്ടോ. ബൈ ബൈ.